നമ്മുടെ കൺമുമ്പിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് അവർ വരുന്നില്ലെങ്കിൽ പോലും ആരുടെയൊക്കെയോ ജീവിതം മോഷ്ടിച്ചാണ് നമ്മൾ കഥകൾ ഉണ്ടാക്കുന്നത്. എൻ്റെ ഭാഗ്യത്തിന് ഇങ്ങനെ പവിത്രൻ്റെ ഒരു ക്യാരക്ടർ എൻ്റെ മുമ്പിൽ വന്നുപെട്ടു. അയാളുടെ സങ്കടങ്ങൾ എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. ആ സ്പർശമാണ് എഴുതാനുള്ളൊരു സ്പാർക്കായിട്ട് വന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുറകെ ഞാൻ പോയിട്ടില്ല. അതാണ് സത്യം. എന്താന്ന് വെച്ചാല് പുള്ളിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ പുള്ളിയോട് ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ കേസ് വരും. സ്റ്റോറി റൈറ്റ് വെച്ചിട്ടേ അതായിരിക്കും ഉദ്ദേശം. ഉണ്ടായിരിക്കും. ഒരു ഘട്ടത്തിൽ പോലും ഞാൻ മറ്റൊരു നടനെ പറ്റി ചിന്തിച്ചില്ലെന്നുള്ളതാണ് സത്യം. അത് വിനീതുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ഫേസിൽ തന്നെ വിനീത് ആരാണെന്ന് ഓപ്ഷൻ എന്നോട് ചോദിക്കുന്നതിനും വരെ ഞാൻ മിണ്ടാതിരുന്നു. അദ്ദേഹം പല ഓപ്ഷൻസ് വെച്ചിട്ടില്ല. നമ്മൾ രണ്ടുപേരും. അപ്പം വിനീതിന് എൻ്റെ മനസ്സിൽ ആരാന്ന് അറിഞ്ഞുകൂടാ.